ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവ്വലോക സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മണ്ഡലങ്ങളിലും ഉൾപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളുടെ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഞാൻ ആദ്യമായി ഓതിവെച്ച ആയത്തിൻ്റെ അർത്ഥം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ച ആളുകളെ, ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, ഹഖ്ക തുഖാതിഹി, അവനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം, വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, നിങ്ങളാരും തന്നെ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകുവാൻ പാടില്ല എന്നും. ഇത് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ അവൻ്റെ ഉത്കൃഷ്ട സൃഷ്ടികളായ മനുഷ്യന് നൽകുന്ന ശക്തമായ താക്കീതാണ്. കഴിവിൻ്റെ പരമാവധി ഞാനും നിങ്ങളും ഈ ആയത്തിനെ ഉൾക്കൊള്ളുകയും മുസ്ലിങ്ങളായി ജീവിക്കുവാനും മുസ്ലിങ്ങളായി തന്നെ മരിക്കുവാനും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയുമാണല്ലോ. പടച്ച തമ്പുരാൻ നമ്മുടെ പരിശ്രമത്തെ വിജയിപ്പിക്കുമാറാകട്ടെ. രണ്ടാമതായി ഞാൻ ഓതിവെച്ചത് സൂറത്തുൽ അൻഫാലിലെ 2-ാമത്തെ ആയത്താണ്. നമ്മുടെ കൂട്ടത്തിലെ പല ആളുകൾക്കും കാണാതെ അറിയുന്ന, ഹിഫ്ളായി അറിയുന്ന ഒരു സൂറത്തുമാണ്, ഒരായത്തുമാണ്. ഒരുപാട് കാലങ്ങളോളമായി നമ്മൾ പ്രഭാഷണങ്ങളിലൂടെയും ഖുതുബയിലൂടെയും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈമാൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ വിശ്വാസികളെ സൂചിപ്പിച്ചപ്പോഴും പരലോകത്ത് സ്വർഗത്തിൽ കിടക്കുന്ന ആളുകളെ സൂചിപ്പിച്ചപ്പോഴും വിശ്വാസികളായ ആളുകളെ, ഈമാനുള്ളവരെ, ഈമാനുള്ള ആളുകൾ എന്ന് പറയാൻ കാരണം എന്താണ്? അത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. ഈമാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെയുള്ള അർത്ഥം നരകത്തിൽ നിന്ന് സുരക്ഷിതത്വം നൽകി ആ സുരക്ഷിതത്വത്തിന് വിശ്വാസികൾ ഇഹലോകത്ത് സ്വീകരിക്കേണ്ടുന്ന നിലപാടുകളെയാണ് ഈമാൻ എന്ന് പറയാം, വിശ്വാസം എന്ന് പറയാം. അതിനാണ് ഖുർആൻ പറഞ്ഞത്, വഇദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. എപ്പോഴാണ് ഒരു മനുഷ്യൻ ഈമാൻ ഉണ്ടാകുക എന്നറിയോ? ഖുർആനിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ, പ്രവാചകന്മാരുടെ ചരിത്രം കേൾക്കുമ്പോൾ, നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, സ്വർഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അതിലേക്ക് കടക്കാനുള്ള ആകാംക്ഷയും അത് ലഭിക്കാനുള്ള ആഗ്രഹവും ഇതൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞത്. പക്ഷേ ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ ഈമാനിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ചില ഹദീസുകൾ നമ്മെ വല്ലാതെ സങ്കടപ്പെടുത്തും, വേദനിപ്പിക്കും. അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, ഇന്നൽ ഈമാന, ഈമാൻ എന്ന് പറഞ്ഞാൽ ലയഖ്ലഖു ഫീ ജൗഫി അഹദികും കമാ യഖ്ലഖു സൗബ്, നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ കരകൾ നുരുമ്പുന്നത് പോലെ നിങ്ങളുടെ ഈമാൻ നുരുമ്പിക്കൊണ്ടേയിരിക്കും. ഒക്കെ നിങ്ങൾ പണ്ട് നമുക്ക് 1-2 വസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഒരു വർഷം പെരുന്നാൾ വരെയൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നു. അന്ന് കെമിക്കലുകളില്ല, അന്ന് വാഷിംഗ് മെഷീനുകളില്ല, അന്ന് മനുഷ്യനൊന്നും കൃത്രിമമായി കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു കൊല്ലൊക്കെ ഒരു ഡ്രസ്സ് ഇട്ടവരുണ്ട്, 2 ഡ്രസ്സ് ഇട്ടവരുണ്ട്. അന്ന് വസ്ത്രത്തിന് അങ്ങനെ കരളകളൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ കഥ മാറി. അന്നത്തെ ഈമാനും ഇന്നത്തെ ഈമാനും തമ്മിൽ വ്യത്യാസപ്പെട്ടു. ഖുർആൻ പഠിക്കാനും ഹദീസുകൾ കേൾക്കാനും ഖുതുബകൾ കേൾക്കാനും ദീനിയായ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായെങ്കിൽ പോലും നമ്മുടെ ഈമാൻ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്, നുരുമ്പിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി, നിങ്ങൾ ഈമാൻ എന്ന് പറഞ്ഞാൽ ഹുവ തസ്ദീഖുൽ ഇഖ്റാരി വൽ ഇൻഖിയാദി. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് സത്യപ്പെടുത്തലാണ്. ഞാനൊരു സംഗതി അറിഞ്ഞു, അതെൻ്റെ വിശ്വാസമാണ്, എൻ്റെ ഈമാനാണ്. അത് സത്യപ്പെടുത്തുകയും വൽ ഇൻഖിയാദി, സമ്പൂർണമായി അനുസരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഈമാൻ. ഇതാണ് ഈമാൻ. നോക്കി, നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് തവണകളിലായി നമ്മൾ കേട്ട ഒരുപാട് ആയത്തുകൾ നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ജുമുഅയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, സക്കാത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, സ്വതക്കയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആയത്തുകൾ ഇങ്ങനെ നമ്മൾ കേൾക്കുന്നുണ്ട്. ആ ആയത്തുകൾ സത്യമാണ്, ഖുർആൻ നമ്മൾ അംഗീകരിക്കുന്നു. അതിൽ നിലനിൽക്കാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാകട്ടെ. പക്ഷേ അത് നിലനിർത്തുന്നിടത്ത് നമ്മൾ എത്ര ആളുകൾ
വിജയിച്ചു, പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെ എഴുന്നേറ്റാൽ കട്ടിലിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, സുപ്രധാനമായ ഒരു പ്രാർത്ഥന, റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. ഒന്ന് പ്രഖ്യാപിക്കലാണ്, ഒന്ന് അംഗീകരിക്കലാണ്, മറ്റൊന്ന് നിലനിർത്തലാണ്. റളീതു ബില്ലാഹി റബ്ബ, ഞാൻ എൻ്റെ റബ്ബിനെ പരിപൂർണമായിട്ട് തൃപ്തിപ്പെട്ടിട്ടുണ്ട്. എൻ്റെ റബ്ബ് പറയാണ് രാത്രി എഴുന്നേൽക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എഴുന്നേൽക്കും. പക്ഷേ പടച്ചോൻ പറഞ്ഞില്ലേ, തതജാഫാ ജുനൂബുഹും അനിൽ മലാജി യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. രാത്രിയുടെ അന്ത്യരാമത്തിൽ എഴുന്നേൽക്കും. കോഴിക്കോട് ഒരു ഡോക്ടർ, മംഗലാപുരത്തു നിന്നുള്ള ഡോക്ടർമാരൊക്കെ ഒഴിവാക്കി കോഴിക്കോട്ടെ ഒരു ഡോക്ടർ അവിടെ ചെന്നപ്പോൾ നല്ല ചികിത്സ നൽകി, രോഗമൊക്കെ മാറി. ആ ഡോക്ടർ ഒരു ദിവസം രാത്രി 2 മണിക്ക് മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നു എന്നറിഞ്ഞാൽ, നിങ്ങൾ എന്നെ വിളിക്കാൻ വരുമോ എന്ന് ചോദിച്ചാൽ, നമ്മളടുത്ത് വാഹനമില്ലെങ്കിൽ നമ്മൾ വാഹനം കടം വാങ്ങിപ്പോകും. വാഹനം ഓടിക്കാനറിയില്ലെങ്കിൽ ഡ്രൈവറെ കൂട്ടിയാൻ പോകും, ഇല്ലേ? എന്താ കാരണം? എൻ്റെ രോഗം മാറ്റി തന്നവൻ, ആ പടച്ചവൻ, എനിക്ക് കണ്ണ് തന്നവൻ, എനിക്ക് കാത് തന്നവൻ, എനിക്ക് കാല് തന്നവൻ, എനിക്ക് സംസാരിക്കാൻ കഴിവ് തന്നവൻ, ആ പടച്ചോണ്ടല്ലോ, ആ പടച്ച തമ്പുരാൻ എന്നെ ഏതൊരവസ്ഥയിലേക്ക് ക്ഷണിച്ചാലും എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ അത് അംഗീകരിക്കും, അനുസരിക്കും. അതാണ് റളീതു ബില്ലാഹി റബ്ബ. എനിക്ക് വെള്ളിയാഴ്ച കച്ചവടം വദറുൽ ബൈഅ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ ഞാനത് ഒഴിവാക്കിയിരിക്കും. എനിക്ക് വേറെ ഒരു പണിയുമില്ലേ, ഞാൻ പള്ളിയുടെ 1-ാമത്തെ സഫിൽ ഉണ്ടായിരിക്കും, ഞാനതിന് മത്സരിക്കും. എൻ്റെ അടുത്ത് പൈസ ഉണ്ടോ, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിച്ചിരിക്കും, അതെൻ്റെ ശരീരം കൊണ്ടും എൻ്റെ സമ്പത്ത് കൊണ്ടും. വബിൽ ഇസ്ലാമി ദീന, എനിക്കൊരു റൂട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അതേതാ റൂട്ട് എന്നറിയോ? ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇസ്ലാം പറഞ്ഞ ഒരു റൂട്ട്. നീ ഒരു മുസ്ലിമാണ്, നിനക്ക് ഇന്നതേ കാണാൻ പാടുള്ളൂ, ഇന്നതേ കേൾക്കാൻ പാടുള്ളൂ, നീ ഇന്നതേ സംസാരിക്കാൻ പാടുള്ളൂ. ഇത് നിന്റെ വാപ്പയാണ്, ഇത് നിന്റെ ഉമ്മയാണ്, ഇത് നിന്റെ സമുദായമാണ്, ഇത് നിന്റെ പള്ളിയാണ്, ഇത് നിന്റെ സഹോദരന്മാരാണ്. ഇതിനനുസരിച്ച് ഞാൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് എൻ്റെ ദീനാണ് തീരുമാനിക്കുന്നത്. എൻ്റെ ഭാര്യയല്ല, എൻ്റെ കൂട്ടുകാരല്ല, എൻ്റെ നാട്ടുകാരല്ല, എൻ്റെ ദീൻ. ആ ദീനാണ് തീരുമാനിക്കുന്നത്. ഒരു മനുഷ്യനെ കണ്ടാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയാനുള്ള മനോധൈര്യം എനിക്ക് നൽകുന്നത് അവൻ എന്നോട് ചെയ്ത തെറ്റുകൊണ്ടല്ല. അത് ഞാൻ പുറത്തു കൊടുക്കും, മോൻ പുറത്തു വരും, പടച്ചോനും പുറത്തു വരും. പക്ഷേ എൻ്റെ ദീനിൻ്റെ റൂട്ടുണ്ടല്ലോ, എൻ്റെ റൂട്ട് അതാണ്. അത് ശരിയായില്ലെങ്കിൽ ഞാൻ ശരിയാവുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഈ ലോകത്ത് മനുഷ്യൻ ഏതൊരു വസ്തു വാങ്ങിയാലും ആ വസ്തുവിൻ്റെ ബാക്കിൽ ആദ്യം ₹1 പാരസെറ്റാമോൾ ഗുളിക വാങ്ങിയാൽ ആദ്യം നമ്മളത് മറിച്ചിട്ട് നോക്കും, മാനുഫാക്ചർ ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് എക്സ്പയറി ആകുന്ന ഏക സാധനം ഉണ്ടെങ്കിൽ അത് ഈമാൻ മാത്രമാണ്. വേറൊന്നും അത്ര പെട്ടെന്ന് എക്സ്പയറി ആവില്ല, ഡേറ്റ് ഉണ്ടാകും. കാരണം മനുഷ്യൻ നിർമ്മിച്ചതാണ്. ഈമാൻ അള്ളാഹു നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാക്കി തരേണ്ടതാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. അത് കുറച്ച് കിട്ടും, കൂടുതൽ പോകും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബാദിറു ബിൽ അഅമാലി ഫിതനൻ കതഅല്ലൈലി മുദ്ലിമൻ യുസ്ബഹുർ റജുലു മുഅ്മിന. നിങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറിക്കൊള്ളണം. കാരണം എന്താ അറിയോ? രാവിലത്തെ ഒരു അക്രമി വൈകുന്നേരമാകുമ്പോഴേക്കും അയാൾ ആരാകും? മുഅ്മിനാകും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തലയെടുത്ത് ഒട്ടകങ്ങളെ കിട്ടാൻ അള്ളാഹുവിൻ്റെ റസൂലിനെ വധിക്കാൻ വന്ന ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ 2-3 ആയത്തുകൾ കേട്ട് ഇസ്ലാം മതം സ്വീകരിക്കാൻ. ഒരു മണിക്കൂർ മുമ്പേ, 10 മിനിറ്റ് മുമ്പ് കാഫിറായിരുന്ന മുശ്രിക്കായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു ഒരു സെക്കൻഡുകൾ കൊണ്ട് മുസ്ലിമായി. അതുപോലെ തന്നെ വയുംസ കാഫിറൻ അയുംസി മുഅ്മിനൻ വയുസ്ബഹു കാഫിറ. അതുകൊണ്ട് രാവിലത്തെ ഒരു വിശ്വാസി രാത്രിയാകുമ്പോഴേക്കും അവിശ്വാസിയാകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട്. നമ്മൾ വിചാരിക്കും ഇയാളെങ്ങനെ പള്ളിയിലുണ്ടായിരുന്ന, പള്ളിയിൽ ഖുതുബ പറഞ്ഞിരുന്ന, ക്ലാസ് എടുത്തിരുന്ന, സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന, സംഘടന നേതാവായിരുന്ന, ഇന്ന കുടുംബത്തിൻ്റെ കാരണവരായിരുന്ന അയാൾ വല്ലാത്തൊരു കഷ്ടം. അത് കഷ്ടമല്ല, അത് ഈമാൻ എക്സ്പയറി ആയതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഏറ്റവും പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും, ജദ്ദിദു ഈമാനക്കും, നിങ്ങൾ നിങ്ങളുടെ ഈമാൻ അപ് ടു ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മളെ മൊബൈൽ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് സിസ്റ്റം അപ് ടു ഡേറ്റ് എന്ന് കണ്ടാൽ നമ്മുടെ ഫോണിൽ നെറ്റില്ലെങ്കിൽ വൈഫൈ കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മൾ അപ് ടു ഡേറ്റ് ചെയ്യും. ഓരോ ആപ്ലിക്കേഷനും അപ്ഡേറ്റ് ചെയ്യും. കാരണം എന്താ, അതിൻ്റെ പുതിയ വേർഷനുകൾ നമുക്ക് കിട്ടണമെങ്കിൽ അപ് ടു ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഈമാൻ അതാണ് ഏറ്റവും കൂടുതൽ ഒരു വിശ്വാസി അപ് ടു ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, ഖീല യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, കൈഫ നുജദ്ദിദു ഈമാനന, ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ ഈമാൻ പുതുക്കിക്കൊണ്ടിരിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അക്സറൂ മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ധാരാളമായിട്ട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞോളൂ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഈമാൻ പുതുക്കിക്കൊണ്ടിരിക്കണം എന്നാ പറഞ്ഞത്. ഇപ്പോൾ ഉള്ളത് പോലുള്ളത് പോരാൻ. ഇത് പഴയ വേഷനാണ്. ഏത് ഇപ്പം നമ്മളെടുത്തുള്ളത് ളുഹർ നിസ്കരിക്കുക, അസർ നിസ്കരിക്കുക, മഗ്രിബ് നിസ്കരിക്കുക, ഏശ നിസ്കരിക്കുക, കണ്ട സലാം പറയുക, ഞെരിയാണിൻ്റെ മുകളിൽ പാൻറ്റ് ധരിക്കുക, താടി വെക്കുക, ഇതൊക്കെ നമ്മളാ ചെയ്തപ്പോൾ തുടങ്ങിയതാ. അതിനൊക്കെ അള്ളാഹു നമുക്ക് പ്രതിഫലം തരട്ടെ. പോരാ പോരാ. അള്ളാഹുവിൻ്റെ റസൂലിനോട് സ്വഹാബത്ത് വന്ന് ചോദിക്കുമായിരുന്നു, റസൂലേ ഞാൻ എന്താ ചെയ്യേണ്ടത്? റസൂലുള്ള ചിലവരോട് പറയും, നീ രാത്രി എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുക. ഈ കഴിഞ്ഞ റമദാൻ കഴിഞ്ഞതിന് ശേഷം, മുഹറം 9, 10 ശേഷം, അറഫ നോമ്പിന് ശേഷം നമ്മൾ എത്ര ആളുകൾ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചല്ലോ സുന്നത്തായ നോമ്പ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അയ്യാമിൽ ബീദിൻ്റെ അന്ന് 3 ദിവസം, എത്ര ആൾക്കത് കിട്ടി? അപ്പോൾ ഈമാൻ പുതുക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് പോരാ. അടുത്ത വെള്ളിയാഴ്ച ഈ 1ാമത്തെ സഫിൽ ഇപ്പം ഇരിക്കുന്ന ആളുകളെ കുറിച്ച് 2ാമത്തെ സഫുകാർക്ക് അസൂയുണ്ടാ? ഓ, ഇവന് കിട്ടിയല്ലോ 1ാമത്തെ സഫുൻ. ചില ആളുകൾ വിചാരിക്കണം എന്തറിയോ, വെള്ളിയാഴ്ച ജുമാക്ക് മാത്രമാണ് 1ാമത്തെ സഫിൽ നിന്നാ പ്രതിഫലമുള്ളതെന്നാ. അല്ല കൂട്ടരെ, എല്ലാ ജമാഅത്ത് നമസ്കാരത്തിനും 1ാമത്തെ സഫിൽ കിട്ടണം. സ്വഹാബികൾ 1ാമത്തെ സഫ് ഇങ്ങനെ ഫില്ലായി. ആ ഫില്ലായിട്ട് 2 ആൾ വന്നു. 2 ആൾ വന്നാൽ ഒരാൾക്ക് തള്ളി കയറിയിട്ട് 1ാമത്തെ സഫിലേക്ക് നിൽക്കാം. അപ്പം എന്താ ചെയ്യുക? നറുക്കെടും. 2 ആളും 1, 2 എന്നിട്ട് നറുക്കിട്ടിട്ട് ഒരാളെടുക്കും. ആ കിട്ടിയ ആൾ മുന്നിൽ കയറിക്കും. അങ്ങനെ ഒരു നറുക്കെടുപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടായോ 1ാമത്തെ സഫിന് വേണ്ടി? അപ്പോൾ നമ്മുടെ ഈമാൻ അങ്ങനെയാണ് പുതുക്കേണ്ടത്. ഇതൊക്കെ നിങ്ങൾ വിശ്വാസമുണ്ടാവുക എന്ന് പറഞ്ഞാൽ, സമയത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന യൗമുൽ ഖിയാമ ശുഫിഅത് ഫഖുൽതു, ഈമാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയല്ല. റസൂലുള്ളാഹി പറഞ്ഞു തരാണ്. അനസ് റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഇദാ കാന യൗമുൽ ഖിയാമത്തി ശുഫിഅത് ഫഖുൽതു, ഖിയാമത്ത് നാളിൽ എനിക്ക് ശുപാർശ ചെയ്യാൻ അനുമതി നൽകും. അപ്പോൾ റസൂലുള്ളാഹി ശുപാർശ ചെയ്യും. ആർക്കെന്നറിയോ? യാ റബ്ബി അദ്ഖിലിൽ ജന്ന, അല്ലാഹുവേ നീ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണം. ആര്? മൻ കാന ഫീ ഖൽബിഹി ഹർദലത ഫയദ്ഖുലൂൻ, ആരെങ്കിലും മനസ്സിൽ, ആരുടെയെങ്കിലും മനസ്സിൽ ഹർദൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു കടുക് മണിയുടെ അത്ര ഈമാനുണ്ടെങ്കിൽ പടച്ചോനെ നീ അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. അവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഇത്ര അതെത്ര, അതിൻ്റെ വില എത്ര ഈമാന്റെ? നോക്കി നിങ്ങൾ, ഇന്ന് ലോകത്ത് വിലപിടിപ്പുള്ള വസ്തുക്കളിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ഒരു വിശ്വാസിക്ക് ഈമാനാണ്. അത് പരലോകത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ഷഫാഅത്ത് നൽകുമ്പോൾ അള്ളാഹിനോട് ചോദിക്കാണ്, അള്ളാഹ് എൻ്റെ സമുദായത്തിൽപ്പെട്ട എൻ്റെ വിഭാഗം ഇത്ര ഈമാനുള്ളവർ, അവരെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഈമാൻ അള്ളാഹു നൽകുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് ഈമാൻ കിട്ടുക എന്ന് പറഞ്ഞു.
പക്ഷേ ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അനക്കൊക്കെ ഈമാനുണ്ടോ, ഈയൊക്കെ മുസ്ലിമാനോടോ, ഈയൊക്കെ SKSമാരനോടോ എന്ന് ചോദിക്കും. ഇതൊക്കെ ജനങ്ങളെ സർട്ടിഫിക്കറ്റാ. പക്ഷേ ആർക്കാണ് ഈമാനുള്ളത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റാ. നമുക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റാ. അൻ അബി ഉമാമത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅലഹു റജുലുൻ ഫഖാല. അള്ളാഹുവിൻ്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു, ഒരാൾ ചോദിച്ചു, റസൂലേ, നമ്മളൊക്കെ ചോദിക്കണമായി, എൻ്റെ ഏട്ടൻ പറയാ, ഈയൊക്കെ SKSമാരനാണോ, ഈയൊക്കെ അവിടെ പള്ളി പോയിട്ട് എന്താണോ കാര്യം, ഒന്നാമത്തെ സഫിൽ നിസ്കരിച്ചിട്ട് എന്താണോ കാര്യം, ജുമാക്ക് വന്നിട്ട് ഖുർആൻ എടുത്ത് ഓതിയിട്ട് എന്താണോ കാര്യം, ഇത്ര പോലെ താടി വെച്ചിട്ട് എന്താണോ കാര്യം. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടിയാവും. അത് പടച്ചോനെ, എൻ്റെ ഈമാനിലാണ് ഈ ചോദ്യം ചെയ്യപ്പെടുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ പറയാൻ, ഓനോട് 2 വാക്ക് സംസാരിക്കാൻ റസൂലുള്ളാക്ക് മൽ ഈമാൻ, അള്ളാഹിൻ്റെ റസൂലേ നിങ്ങൾ ഈമാൻ എന്താണെന്ന് പറഞ്ഞു തരണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കാൻ, ഈമാനിൻ്റെ സർട്ടിഫിക്കറ്റ് ഒരാൾക്കും എഴുതി കൊടുക്കുന്നതല്ല, അത് ഞാൻ തീരുമാനിക്കും. എൻ്റെ ഈമാൻ ഞാൻ തീരുമാനിക്കും. റസൂലുള്ള പറയാൻ, ഇദാ സറതുക ഹസനതുക, നിങ്ങളുടെ സൽപ്രവർത്തികൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്നുവെങ്കിൽ, ഞാൻ വന്നു, ഞാൻ നിസ്കരിച്ചു, ഞാൻ നോമ്പ് നോറ്റു, ഞാൻ ഖുർആൻ ഓതി, ഞാൻ 1-ാമത്തെ സഫിലോ 3-ാമത്തെ സഫിലോ ഒക്കെ എനിക്ക് കിട്ടാവുന്നിടത്തോളം സംതൃപ്തിപ്പെട്ടു, അതിനെനിക്ക് സന്തോഷമുണ്ടായി. പടച്ചോനെ, ബാങ്കിൻ്റെ മുമ്പ് വന്നല്ലോ, സുബൈക്ക് ജമാഅത്ത് പങ്കെടുത്തല്ലോ, എൻ്റെ അടുത്ത് ഉള്ളത് കൊടുക്കാൻ കഴിഞ്ഞല്ലോ, പടച്ചോനെ ഓനോടൊന്ന് ചിരിക്കാൻ പറ്റിയല്ലോ എന്നുള്ള നിലക്ക് നീ ചെയ്യുന്ന സൽപ്രവർത്തികൾ നിനക്ക് സന്തോഷം ഉണ്ടാക്കുന്നുവെങ്കിൽ, ഫസാഅത്ത് സയ്യിഅതക, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് നിനക്ക് ദുഃഖമുണ്ടാക്കുന്നുവെങ്കിൽ, പടച്ചോനെ മൊബൈലിൽ നോക്കിയപ്പോൾ ഇന്നത് കണ്ടുപോയല്ലോ, ഓൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ ഇന്നത് കേട്ടുപോയല്ലോ, പടച്ചോനെ ഞാൻ അങ്ങോട്ട് അറിയാതെ പോയല്ലോ എന്നുള്ള ചിന്താഗതി, ഞാനിത് ചെയ്തു പോയല്ലോ എന്ന ഒരു ദുഃഖം നിങ്ങൾക്കുണ്ടാകുന്നുവെങ്കിൽ ഫഅൻത മുഅ്മിനുൻ, നീ മുഅ്മിനാണ്. ഇവരാരതുമല്ല. ഈ മംഗലാപുരത്തെ ഒരാളെ സർട്ടിഫിക്കറ്റും ഒരാൾക്കും വേണ്ട. നീ മുഅ്മിനാണ്. നീ ചെയ്യുന്ന തെറ്റാണെന്ന് നിനക്ക് ബോധ്യമായാൽ, നീ ചെയ്യുന്ന കാര്യങ്ങളിൽ നിനക്ക് സന്തോഷമുണ്ടായാൽ ഫഅൻത മുഅ്മിനുൻ, നീ മുഅ്മിനാണ്. ഇവിടെയാണല്ലോ സ്വഹാബികൾ വിജയിച്ചത്, അല്ലേ? ആണ്. നിങ്ങൾ നോക്കി, നമ്മുടെ നാട്ടിലുള്ളവരല്ലല്ലോ റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായിരുന്നത്. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞുതരാം. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു, ഇസ്ലാമിലേക്ക് വന്നു, ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി. ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു മുശ്രിക്കായ മനുഷ്യൻ ഉമറിനെ നോട്ടിയിട്ട്, എടാ ഇന്നലെ ഉക്കാള ചന്തയിലെ തെമ്മാടി അല്ലായിരുന്നല്ലടാ ഈ എന്ന് ഏതെങ്കിലും ഒരു മുശ്രിക്ക് ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അവരെ ഈമാനെങ്കിലും നമുക്ക് വേണ്ടേ? മറ്റൊരുത്തൻ്റെ ഈമാൻ അളക്കുമ്പോൾ വേണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ഫഅയ്യുൽ ഈമാന അഫ്ളൽ, ഈമാനിൽ പ്രധാനപ്പെട്ടത് എന്താണ്, പ്രാധാന്യമുള്ളത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹിജ്റ, ഹിജ്റ പോകലാണ്. ഈമാനിൽ പ്രധാനപ്പെട്ടത് അൽ ഹിജ്റ, ഹിജ്റ പോകലാണ്. അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കി, നമ്മളെവിടേക്കും ഹിജ്റ പോയിട്ടില്ലല്ലോ, നാട് വിട്ടു പോയിട്ടില്ലല്ലോ, ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഫമൽ ഹിജ്റ, എന്താ നബിയെ ഹിജ്റ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ആ ഒരു ഹിജ്റ പോലെ ഇനി ഒരു ഹിജ്റ ഇല്ല എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിനോട് സഹാബത്ത് ചോദിക്കാൻ, എന്താ റസൂലേ ഹിജ്റ? തഹ്ജുറു സൂഅ, തിന്മ ഉപേക്ഷിക്കലാണ് നിന്റെ ഹിജ്റ. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തിന്മ നീ ഉപേക്ഷിച്ചാൽ അത് നിന്റെ ഹിജ്റയാണ്. ഹിജ്റ പോയവനെ പോലെയുള്ള പ്രതിഫലമുണ്ട്. നോക്കി നിങ്ങൾ, ഇപ്പൊ ഈ വന്നിരിക്കുന്നതൊക്കെ ഹിജ്റ വന്നതാ. കച്ചവടം ഒഴിവാക്കി, വീടൊഴിവാക്കി, ജോലി ഒഴിവാക്കി, ഒരുപാട് തിരക്കൊഴിവാക്കി ഈ വന്നിരിക്കുന്നത് അവിടെ നിന്ന് ഇവിടേക്കുള്ള ഹിജ്റയാണ്. ഹയ്യ അലസ്സലാ എന്ന് കേൾക്കുമ്പോഴും അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോഴും ഈ കോരിച്ചെരിയുന്ന മഴയത്ത്
അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് സുബഹിയുടെ ജമാഅത്തിന് വേണ്ടി വരുന്നത് നിന്റെ വീട്ടിൽ നിന്ന് നീ അള്ളാഹുവിന്റെ വീട്ടിലേക്ക് വരുന്ന ഹിജറയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസൗ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈഅ എന്ന് ഖുർആൻ പഠിപ്പിച്ചുവെങ്കിൽ, അത് കേട്ടുവെങ്കിൽ കച്ചവടത്തിന്റെ ഷട്ടറുകൾ താഴ്ത്തി പണിക്കാരോട് പറഞ്ഞ് ആ CCTVയുടെ ഓണാക്കി വെച്ച് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വന്ന് കുറച്ച് ഖുർആൻ ഓതി ഒന്നാമത്തെ സഫിന് വന്ന് മത്സരിച്ച് ജുമുഅക്ക് ബാങ്കിന്റെ മുമ്പ് നിങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടല്ലോ, അത് നിങ്ങളുടെ ഹിജറയാണ്. തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നിങ്ങൾ എന്തൊക്കെ തീരുമാനിക്കുന്നോ അത് ഹിജറയാണ്. മൊബൈൽ ഫോണിലെ പല ഓപ്ഷനുകളും പല ആപ്ലിക്കേഷനുകളും ഇവിടെ ഇരുന്നിട്ട് അൺഇൻസ്റ്റാൾ ചെയ്താൽ, ജുമുഅ കഴിഞ്ഞിട്ട് അൺഇൻസ്റ്റാൾ ചെയ്താൽ അത് നിങ്ങളുടെ ഹിജറയാണ്. തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള പാലായനമാണ് ഹിജറ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, 3 കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഖുത്ബ കൊണ്ട് മനസ്സിലായത്. ഒന്ന്, ഈമാൻ എന്ന് പറയുന്ന ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശ്വാസിയായ അടിമക്ക് നൽകുന്ന ഔദാര്യമാണ്. ഈ അള്ളാഹുവിൻ്റെ ഔദാര്യത്തെ ചോദ്യം ചെയ്യാൻ അള്ളാഹുവിൻ്റെ അടിമകൾക്കാർക്കും അവകാശമില്ല. ഈമാൻ എന്നത് ഒരാൾക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റ് അല്ല. അത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ എൻ്റെ മനസ്സിന് സന്തോഷമുണ്ടാവുകയും എൻ്റെ മനസ്സിന് ദുഃഖമുണ്ടാവുകയും ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അതെൻ്റെ ഈമാനാണ്. 3-ാമത്തെ കാര്യം, ഞാൻ ഒരു ഈമാൻ ഉള്ള ആളാകണമെങ്കിൽ എനിക്ക് തിന്മയിൽ നിന്ന് നന്മയിലേക്ക് മുന്നേറിയേ പറ്റൂ, തിന്മ ഉപേക്ഷിച്ചേ മതിയാകൂ. എങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്ത് വിജയിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി ഈമാനുള്ളവരായി തീരാൻ നമുക്ക് കഴിയും. അതിന് അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിനോളം പ്രാവർത്തികമാക്കി ജീവിക്കണമേ എന്ന് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വളരെ മർമ്മപ്രധാനമായി 1-2 സംഗതികൾ സൂചിപ്പിക്കുവാനുള്ളത്, നമ്മൾ സാധാരണയായി മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട്, അതായത് എപ്പോഴും ഇവിടെയുള്ള നമ്മുടെ പ്രവർത്തകർ നമ്മളോട് പറയാറുണ്ട്, പ്രവാചകൻ്റെ സുന്നത്തുകളെ നേരെ ഫോക്കസ് ചെയ്യുന്ന ഇന്ത്യയിലെ അപൂർവം ചില സ്ഥലങ്ങളിലൊന്നാണ് നമ്മുടെ മംഗലാപുരം. താടികളില്ലാത്ത ആളുകൾ വളരെ കുറവാണ്. ചെറിയാണിക്ക് മുകളിൽ താഴേക്ക് പാൻറ് ധരിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. സുന്നത്ത് നമസ്കാരങ്ങൾ, അതുപോലെ തന്നെ തറാവീഹ്, ജുമുഅ, ഇതൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് പ്രതിഫലം നൽകുമാറാകട്ടെ. പലപ്പോഴും നമ്മുടെ പള്ളികളിലെ സഫുകളിൽ കാണുന്ന വിടവുകൾ ഇങ്ങനെയൊക്കെ ആയിട്ടും നിങ്ങളിലതുണ്ടാകുമ്പോൾ, നിങ്ങളുടെ പഴയകാല ഉസ്താദ്, നിങ്ങളുടെ ഒരു സുഹൃത്ത്, അതുപോലെ തന്നെ എന്നെയും നിങ്ങളെയും പരസ്പരം നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് അതെനിക്കൊരുപാട് ദുഃഖം ഉണ്ടാക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഖത്തീബിനെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങോട്ട് തിരിയും, അവിടെ തിരിയുമ്പോൾ അവിടെ ഒരു വിടവുണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് നേരെ നമ്മുടെ ചെറുപ്പക്കാർക്ക് വരെ നമുക്ക് താഴത്തേക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ഈ ജുമുഅ ഖുതുബ തന്നെ വളരെ സുദീർഘമായിട്ട് പറയുന്ന ഒരു സിസ്റ്റം ഇല്ലല്ലോ. അതായത് ഖുർആനിൻ്റെ ആയത്തുകൾ ഓതി കൊടുക്കുക വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, ഒരു 20-25 മിനിറ്റ് കൊണ്ടൊക്കെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് പണ്ഡിത തലത്തിൽ പോലും ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ആ ഉള്ള സമയം വിടവുകളില്ലാതെ, വളവുകളില്ലാതെ ഇരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംഭവിച്ചു പോകുന്ന പോരായ്മകൾ നമുക്ക് പരിഹരിച്ചു തരുമാറാകട്ടെ. 2-ാമത്തെ കാര്യം, നമ്മുടെ നാട്ടിൽ ഒരു സാമുദായിക സംഘടന എന്നതിനപ്പുറത്തേക്ക് ഒരു സാമൂഹ്യ സംഘടനയും പ്രവർത്തനവും കൂടി നടത്തുന്ന ഒരു സംഘടനയാണ് SKSM. ശിർക്കിനും ബിദ്അത്തിനുമെതിരെ അതിശക്തമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന സമയത്തും വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹ്യ വിഷയങ്ങളിൽ SKSM ഇടപെടാറുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായി ചില സൽപ്രവർത്തികൾ SKSMൻ്റെ ഭാഗത്തു നിന്നുണ്ടായതിൽ ഞാനടക്കമുള്ള ആളുകൾ വളരെയധികം സന്തോഷത്തിലാണ്. കാരണം പലപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ പോയാൽ രോഗികളായ ആളുകൾ, അതൊന്നും അറിയാത്ത ആളുകൾ
അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടുന്നത് കാണാം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ബ്ലഡ് ഏതാ ഗ്രൂപ്പ്? അപ്പോൾ അയാൾ ബി പോസിറ്റീവ്, നിങ്ങൾ ബ്ലഡ് തരുമോ? അപ്പോൾ അയാൾ ചിലപ്പോൾ അയാൾക്ക് ഒഴിവുണ്ടാവില്ല. എത്ര രോഗികൾ മരണപ്പെട്ടു പോയി വഴിയോരത്ത് ആക്സിഡൻ്റായി അല്ലാതെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണാൻ നോക്കി നിങ്ങൾ, നമ്മൾ ദീന് പ്രബോധനം ചെയ്യുന്നതോടൊപ്പം ആ ദീനിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകൂടി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. നിങ്ങളറിയോ, ഈ മംഗലാപുരത്ത് നിങ്ങളിവിടെ ജീവിക്കുമ്പോൾ നിങ്ങളെ വിലങ്ങളറിയില്ല. അതേസമയം പുറത്തേക്ക് അങ്ങോട്ട് പോയാൽ ഇബ്രാഹിം ഖലീൽ മസ്ജിദ് ജനങ്ങൾക്കൊരു ചർച്ചാ വിഷയമാണ്. ഈ അടുത്ത കാലത്ത് ഒരു മനുഷ്യൻ ഇബ്രാഹിം ഖലീൽ മസ്ജിദിൽ വന്നു. അപ്പോൾ താഴത്തുനിന്ന് അദ്ദേഹത്തിന് ഒന്ന് ബാത്റൂമിൽ പോകണം, അതുപോലെ തന്നെ ഒന്ന് കുളിക്കണം. യാതൊരു പ്രശ്നമല്ല, പോയിക്കൊള്ളി എന്ന് പറഞ്ഞു. ചില സ്ഥലത്ത് എന്നാൽ പള്ളിയൊക്കെ പൂട്ടിയിട്ടുണ്ടാവുക. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഇങ്ങനൊരു പള്ളി പോയി. അപ്പോൾ ഞാനൊരു ഇവിടുത്തെ ഹുത്തുബയുടെ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്തു. ഇതന്നെ പള്ളി. നമ്മുടെ ആളുകളൊക്കെ ചെയ്തു പോയ സൽക്കർമ്മത്തിൻ്റെ പരിണിത ഫലം മരണപ്പെട്ടവർക്ക് അല്ലാഹു അതിൻ്റെ പ്രതിഫലം നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ രോഗികളാണ്, പ്രയാസപ്പെട്ടുകൊണ്ടാണ് പള്ളിയിൽ വരുന്നത്. പല ആളുകൾക്കും പള്ളിയിൽ വരാൻ കഴിയുന്നില്ല. അവർക്ക് അവരുടെ രോഗം അല്ലാഹു ഷിഫിയാക്കി കൊടുക്കുമാറാകട്ടെ. ഇതൊക്കെ ചെയ്തത് എന്തിനാണെന്നറിയോ? അള്ളാഹുവിൻ്റെ ഖുർആനിൽ പ്രവാചകന്മാരോട് പല ഓഫറും വന്നിട്ട് പറഞ്ഞു, നിങ്ങളിത് നിർത്തി, നിങ്ങളിതൊന്ന് ഒഴിവാക്കി, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണ്ട, സമുദായത്തിൽ അനൈക്യണ്ടാക്കണ്ട, ഭിന്നിപ്പുണ്ടാക്കണ്ട. ആ സമയത്ത് പ്രവാചകന്മാർ പറഞ്ഞത് ഇൻ അജ്രിയ ഇല്ല അല റബ്ബിൽ ആലമീൻ, ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പടച്ചോൻ്റെ അടുത്ത് മാത്രമുള്ള പ്രതിഫലമാണ്, അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. നമ്മൾ ചെയ്യുന്നത് ചെയ്തു കഴിഞ്ഞാൽ അതിനെപ്പറ്റി നമ്മൾ അന്വേഷിക്കുക പോലും ഇല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ വരുന്ന 20-ാം തീയതി ഞായറാഴ്ച 9 മണി മുതൽ 2 മണി വരെ നമ്മുടെ തൊട്ടടുത്തുള്ള ദാറുൽ ഖൈർ ബിൽഡിങ്ങിൽ വെച്ചുകൊണ്ട്, നമ്മുടെ ഓഫീസിൽ വെച്ചുകൊണ്ട് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലം എല്ലാവർക്കും അറിയാം. നോക്കി നിങ്ങൾ, നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം പുറത്തേക്ക് പോയാൽ എത്രയോ ആളുകളുണ്ട്, ബ്ലഡ് കൗണ്ടിങ്ങും കൂടാത്ത ആളുകൾ. ലക്ഷക്കണക്കിന് രൂപ മരുന്ന് കഴിച്ചിട്ടും ഒരു ബ്ലഡ് കൗണ്ട് കൂടുന്നില്ല. പക്ഷേ ഈ ബ്ലഡ് ഡൊണേഷൻ ചെയ്താൽ മണിക്കൂറുകൾ കൊണ്ട്, എത്ര മണിക്കൂറുണ്ടാ, ഞാനത് നോട്ട് ചെയ്ത് വെച്ചു മറന്നുപോയി, മണിക്കൂറുകൾ കൊണ്ട് നമ്മൾ ബ്ലഡ് കൊടുത്താൽ മണിക്കൂറുകൾ കൊണ്ട് നമ്മളെ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ റിക്കവറി ആവുകയാണ്. അതൊരു ചെറിയ സംഗതിയല്ല. അതിനെല്ലാവരും സഹകരിക്കുക. നോക്കി നിങ്ങൾ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസ്, മൻ വാസൽ ഫഖീറ മിൻ മാലിഹി വ അൻസഫൻ നാസ മിൻ നഫ്സിഹി ഫദാലിക മുഅ്മിനു ഹഖ. സ്വന്തം ശരീരം കൊണ്ട് ദരിദ്രനെ സമാധാനിപ്പിക്കുകയും ശരീരം കൊണ്ട് ജനങ്ങൾക്ക് സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥ വിശ്വാസിയായ ഒരു മനുഷ്യൻ്റെ ധർമ്മം. പൈസ കൊണ്ട് ചെയ്യുക, ശരീരം കൊണ്ട് ചെയ്യുക. മൻ കാന ഫീ ഹാജതിഹി അഖീഹി കാന അല്ലാഹു ഫീ ഹാജതിഹി. നമ്മുടെ ഒരുപാട് ആളുകളുടെ ആവശ്യങ്ങൾ ഇപ്പോൾ അവിടെ കിടക്കുക. എത്രയേ പടച്ചവനോട് ചോദിക്കുന്നില്ലേ, എത്രയേ പടച്ചവനോട് ചോദിക്കുന്നത്. മറ്റന്നാൾ നമ്മളെ ഒരു പണികളൊക്കെ ഒഴിവാക്കി ഒരു അരമണിക്കൂർ അതിനുവേണ്ടി ചെലവഴിച്ച് എൻ്റെ ബ്ലഡ് ദാനം ചെയ്യുകയോ ദാനം ചെയ്യാൻ തൽപരനാവുകയോ ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ഒപ്പിട്ട് പോയി ഒരു സുപ്രഭാതത്തിൽ നമ്മളെ വിളിക്കുകയാണ്, നിങ്ങളെ ബ്ലഡ് കൊടുക്കും. ഈ ബ്ലഡ് ഡൊണേഷന് ആവേശത്തിന് വന്നിട്ട് ആൾക്കാർ കൊടുക്കും, ആവശ്യത്തിന് വിളിച്ചാൽ കിട്ടൂല. ഞാൻ മിഞ്ഞാന്ന് കൊടുത്തു, 4-ാന്ന് കൊടുത്തു, കഴിഞ്ഞ ആഴ്ച കൊടുത്തു, കഴിഞ്ഞ മാസം കൊടുത്തു. ഒരു മനുഷ്യൻ്റെ ആവശ്യ പൂർത്തീകരണത്തിന് നിങ്ങൾ നിന്നാൽ അള്ളാഹു നിങ്ങളുടെ ആവശ്യ പൂർത്തീകരണത്തിനുണ്ടാകും. ഇത് മനസ്സിലാക്കി അതുമായി സഹകരിക്കണമെന്ന് നിങ്ങളോട് എല്ലാവരോടും ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സാലിഹായ ഉദ്ദേശങ്ങൾ നമ്മിൽ നിന്ന് പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന നമ്മുടെ ആരാധനകളും നമ്മുടെ സേവനങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ സംഘടനക്കും അതുപോലെ തന്നെ ഈ പള്ളിക്കും ഒരുപാട് സേവനങ്ങൾ ചെയ്ത് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായ ആളുകൾക്ക് അല്ലാഹു രോഗത്തിന് ശുഭ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പള്ളിയിലെ ഇമാമിൻ്റെ ഒരു കുടുംബത്തിലെ ഒരു സഹോദരിയും നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു പ്രവർത്തകൻ്റെ മകനും മറ്റൊന്ന് 2 പേർക്കും വ്യത്യസ്തമായ രോഗങ്ങളിൽ പ്രയാസപ്പെടുകയാണ്. അള്ളാഹുവിൻ്റെ രോഗത്തിന് ഷിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.